ഇടുക്കി തൊടുപുഴയിലെ കൊട്ടേഷൻ കൊലപാതകത്തിൽ നിർണായക തെളിവുകൾ കണ്ടെത്തിയിരിക്കുകയാണ് പോലീസ്. ബിജുവിനെ കൊലപ്പെടുത്തിയ ശേഷം ദൃശ്യം 4 നടപ്പാക്കിയെന്ന് ഒന്നാം പ്രതി ജോമോൻ സുഹൃത്തുക്കളെ വിളിച്ചു പറഞ്ഞ കോൾ റെക്കോർഡ് പോലീസിന് ലഭിച്ചു. പ്രതി ജോമോനു വേണ്ടി പോലീസ് വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ മാസം 20-നാണ് ബിജുവിനെ ഓമ്നി വാനിൽ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത്. കൊലപാതക ശേഷം ബിജുവിന്റെ മൃതദേഹം ജോമോന്റെ വീട്ടിലെത്തിച്ചിരുന്നു. ഇതിനുശേഷമാണ് മൃതദേഹം ജോമോന്റെ ഉടമസ്ഥതയിലായിരുന്ന കാറ്ററിംഗ് സർവീസിന്റെ മാൻഹോളിൽ തള്ളിയത്. മൃതദേഹം മറവ് ചെയ്ത ശേഷം ജോമോൻ സുഹൃത്തുക്കളെ അടക്കം ഫോണിൽ വിളിച്ച് വിവരം പറഞ്ഞതായാണ് പോലീസിന് ലഭിച്ച വിവരം. ഇത് സംബന്ധിച്ച് ജോമോന്റെ ഫോണിൽ നിന്ന് കോൾ റെക്കോർഡ് പോലീസിന് ലഭിച്ചു. ശബ്ദത്തിന്റെ ആധികാരികത പരിശോധിക്കാൻ പോലീസ് വോയിസ് ടെസ്റ്റ് നടത്തും. ജോമോൻ വിളിച്ച ആളുകളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തും. ജോമോന് വേണ്ടി പോലീസ് വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. കൊലപാതകത്തിന് ശേഷം ബിജുവിന്റെ മൃതദേഹം കൊട്ടേഷൻ സംഘങ്ങൾക്കൊപ്പം ജോമോൻ വീട്ടിലെത്തിച്ചിരുന്നു. തെളിവ് നശിപ്പിക്കാൻ ജോമോന്റെ ഭാര്യയും കൂട്ടുനിന്നതായി പോലീസ് കണ്ടെത്തി. ജോമോനെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ഭാര്യയോടൊപ്പം ഇരുത്തി പോലീസ് ചോദ്യം ചെയ്യും. ഭാര്യയെ കൊലപാതകത്തിൽ തെളിവ് നശിപ്പിച്ചെന്ന കുറ്റത്തിന് പ്രതി ചേർക്കാനാണ് സാധ്യത. ജോമോന്റെ ഭാര്യയുടെ അറസ്റ്റും ഉടനുണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. റിപ്പോർട്ടർ, ഇടുക്കി.